ഹലോ ഹലോ. ആ പാലാഴി ഷൈജു അല്ലേ? അതെ. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ ശിവദാസനാ, തൃശ്ശൂർന്ന്. ഷൈജു ഒരു ഓഡിഷനിൽ പങ്കെടുത്തിരുന്നില്ലേ? പടക്കെന്ന് പറഞ്ഞൊരു സിനിമയുടെ. സേന സാറിന്റെ അല്ലേ? അതന്നെ ആ പടം തന്നെ. അതെ, നീ സെലക്ഷൻ ആയിട്ടുണ്ട് കേട്ടാ. ഓ എന്നിട്ട് വേഷം? ഓ ഡയലോഗുള്ള വേഷമാണോ ഏട്ടാ? ഉഗ്രം വേഷ. നല്ല ഉഗ്ര ഒരു വില്ലന്റെ വേഷ. നീ ഒരു കാര്യം ചെയ്, നാളെ ഈ കോസ്റ്റ്യൂമൊക്കെ എടുത്ത് നീ ഇങ്ങോട്ട് പോരെ. ഇത് ഇത്തിരി ലോ ബഡ്ജറ്റ് പടാ, അപ്പൊ കോസ്റ്റ്യൂമൊക്കെ നീ തന്നെ എടുത്തോ. ജീൻസ്, ടീഷർട്ട്, പാന്റ്, മുണ്ട് അതൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോരെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ വളരെ ഡയറക്ടർ എടുത്ത് പറഞ്ഞ കാരണം നിനക്കിത് കിട്ടിയത്. എന്നൊന്ന് ശരിക്കും കാണണട്ടാ. അതൊക്കെ ഞാൻ ഏറ്റു. ഓക്കെടാ, അപ്പൊ നാളെ കാലത്തൊരു 5:30-6 മണിയാവുമ്പോഴേക്ക് എത്തണം കേട്ടാ. എത്താട്ടാ. ശരി ശരി ഓക്കെ. ചിങ്കാരി എന്തോരം നേരായി നിന്നെ നോക്കി നിക്കണേ. എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി. ഒന്നും കേൾക്കുന്നില്ല. സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിന്ന്. ഹലോ, അതെ, ഇവിടെ ഷഷ്ടിയുടെ കാവടി വന്നോണ്ടിരിക്കുക. ഒന്നും കേൾക്കുന്നില്ല. ഷൈജു, നീ വേഗം വാ, നിന്നെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങള്. വേഗം വാ. വരാം. നീ ഒരാണല്ലടാ ഷൈജു. നീ ഇങ്ങനെ പടക്കത്തെ പേടിച്ചാലോ? നീ എന്തിനാ ഫോൺ ചെയ്തേ? എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി. അതെ, വിനോദ, ഷൈജുന് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയെന്ന്. അതെ ഷൈജു, ഇത് സൂപ്പറാ കാണാ. അലക്കണടാ. നീ എവിടെ ഒക്കെ അടിക്കണേ? ആ കണ്ണട പറഞ്ഞില്ലേ? വേം വിട്ടോ. ശരിയാക്കിണ്ടോ? ഞാൻ ഒന്ന് പോകട്ടെ. കണ്ണാടിയുടെ കാശ് മര്യാദയ്ക്ക് തന്നോ?
ഹലോ, എന്താ ഷൈജു? എന്തേ ചളാക്കിടാ? ഓക്കേടാ. എന്താടാ ഹരി? നമ്മുടെ ഷൈജു പടക്കം സിനിമയിൽ അഭിനയിക്കാൻ പോയില്ലടാ. അവൻ ആകെ ചളാക്കി. ഒരു വെടിക്കെട്ടുകാരന്റെ വേഷം അവന് കിട്ടിയത്. അവന് പടക്കത്തെ ഭയങ്കര പേടിയല്ലേ, അതുകൊണ്ട് അവൻ ചെയ്തില്ല. എന്നിട്ട് ഇപ്പൊ അവൻ കൈയും കാലും പിടിച്ചത് കാരണം വേറെ റോള് കൊടുത്തിട്ടുണ്ട്. ടൈറ്റിൽ റോളാ. ഇത് പോരെ സാർ? കുഴപ്പമില്ല, ഷൂട്ടാകെ ചളായി. നീ ആ വിഗ് കൂടി വെച്ചോട്. സോറി സാർ, പടക്കം എനിക്ക് പേടിയായതുകൊണ്ടല്ലേ. അത് കുഴപ്പമില്ലടാ ഷൈജു. ഇപ്പൊ നിന്നെ കണ്ട ശരിക്കും ഒരു പടക്കം പോലെയുണ്ട്. പടക്കം